കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ? അപ്പൊ അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് പഞ്ചസാരയും ലേശം വെള്ളവും കൂടി ഒന്ന് ചേർത്തിട്ട് ഈ പഞ്ചസാര നമുക്കിനി ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. നമ്മൾ പഞ്ചസാര പാനി കാച്ചു അല്ലേ, അതുപോലെ. പക്ഷെ നൂൽ പരുവം വരണമെന്നില്ല. ജസ്റ്റ് നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ മതി കേട്ടോ. തീയ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണേ, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യരുതേ. നമുക്ക് ഈ ഒരു പരുവത്തിൽ ജസ്റ്റ് നമ്മുടെ പഞ്ചസാരയൊന്ന് എല്ലാം ഒന്ന് ഇളക്കി യോജിച്ചാൽ മാത്രം മതി. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാൽപ്പൊടിയാണ്. ആദ്യമേ തന്നെ ഫുള്ള് പാൽപ്പൊടി ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ ഇതുപോലെ ഒന്ന് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം കേട്ടോ. ഈ സമയത്തെല്ലാം നമ്മുടെ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതുപോലെ നമുക്ക് കുറേശ്ശെ 1 സ്പൂണോ 2 സ്പൂൺ വീതം കൊടുത്ത് അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലേശം നെയ്യൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ജസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് പാനിന്ന് വിട്ട് കിട്ടുന്ന ഒരു പരുവത്തിൽ ആയിട്ട് കിട്ടണം. അപ്പം നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പിലാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് ഫുഡ് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒരു ബ്രഷ് വെച്ച് ഇതുപോലെ ഒന്ന് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഫുഡ് കളർ അല്ല അപ്ലൈ ചെയ്തത്, ഞാൻ ബീട്രൂട്ടിന്റെ ജ്യൂസ് ആട്ടോ ഇതിൽ ചേർത്തതേ. അപ്പൊ അതുകൊണ്ടാണ് അതിന് ഡാർക്ക് കളർ കിട്ടാത്തത്. പക്ഷെ റെഡ് ഫുഡ് കളറാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിളിന്റെ അതേ കളർ കിട്ടും കേട്ടോ. അതിനുശേഷം ഞാൻ നടുക്കോട്ട് ഒരു കഷ്ണം നമ്മുടെ ഏലക്കയുടെ പീസും ഒരു ഗ്രാമ്പൂ കൂടി വെച്ചു കൊടുത്ത് അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ആപ്പിൾ പേട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം.